മലപ്പുറം ജില്ലയിലെ ഓട്ടോറിക്ഷ മോഷണ പരമ്പര. മോഷണം പോയ ഓട്ടോറിക്ഷകൾ തിരുവേഗപ്പുറ നടുവട്ടത്തെയും മുതുതലയിലെയും പ്രവർത്തിക്കുന്ന പൊളിമാർക്കറ്റിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 17 വയസ്സുകാരനെ വളാഞ്ചേരി പോലീസ് പിടികൂടി. പഴുതടച്ചുള്ള പോലീസ് അന്വേഷണത്തിൽ വെളിപ്പെട്ടത് വാഹനമോഷണത്തിന്റെ പുതുതന്ത്രങ്ങൾ കൂടിയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലാണ് പോലീസ്. വളാഞ്ചേരി, കുറ്റിപ്പുറം, കൽപ്പകഞ്ചേരി, കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഓട്ടോറിക്ഷ മോഷണ പരമ്പര അരങ്ങേറിയത്. 4 ഓട്ടോറിക്ഷകളും ഒരു ബൈക്കുമാണ് മോഷണം പോയത്. ഇതേ തുടർന്നുള്ള പരാതി ലഭിച്ചതോടെയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രായപൂർത്തിയാകാത്ത പ്രതിയെ പോലീസ് സംഘം പിടികൂടിയത്. വലിയകുന്ന് ഇരുമ്പിളിയം സ്വദേശിയായ 17-കാരനാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. മുതുതല താളിക്കുന്നത്ത് നാസറിന്റെ ഉടമസ്ഥതയിലുള്ള തിരുവേഗപ്പുറ നടുവട്ടത്തെ പൊളിമാർക്കറ്റിലാണ് മോഷണ വസ്തുക്കൾ വിൽപ്പന നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി. മുതുതലയിലെ മറ്റൊരു സ്ക്രാപ്പ് ഗോഡൌണിൽ നിന്നും മോഷ്ടിച്ച വാഹനങ്ങളും പോലീസ് കണ്ടെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. മറ്റു പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മോഷണം പോയ വാഹനങ്ങളും ഇക്കൂട്ടത്തിലുണ്ടോ എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ്. നിരവധി വാഹനങ്ങളുടെ പാർട്സുകളും ഇവിടെ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ തുടർച്ചയായ വാഹനമോഷണങ്ങൾ പോലീസിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരുന്നത്. ഇതേ തുടർന്ന് CCTV ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അതിവേഗ നീക്കങ്ങൾ പോലീസിന്റെ അന്വേഷണ മികവിന് ഒരിക്കൽ കൂടി തെളിയിച്ചു. പുത്തനത്താണി, കുറ്റിപ്പുറം, വളാഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നും മോഷണം പോയ വാഹനങ്ങളുടെ സഞ്ചാരപഥം കൃത്യമായി നിരീക്ഷിച്ചാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിപ്പെട്ടത്. പേ പാർക്കുകളിൽ നിന്ന് പോലും വാഹനം കവരുന്ന രീതിയാണ് പ്രതി ഉപയോഗിച്ചിരുന്നത്. പിടികൂടിയ പ്രതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടുവട്ടത്തെയും മുതുതലയിലെയും സ്ക്രാപ്പ് കടകളിൽ പോലീസ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് നിർണായകമായ തെളിവുകൾ ലഭിച്ചത്. മോഷ്ടിച്ച ഓട്ടോറിക്ഷകൾ അന്നു തന്നെ പൊളിച്ചു മാറ്റുന്ന രീതിയായിരുന്നു ഇവിടെ. പൊളിച്ചതും അല്ലാത്തതുമായ നിരവധി വാഹനങ്ങൾ ഇവിടെ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മോഷണം പോയ ഒരു ബൈക്കും കണ്ടെടുത്തു. 5000 രൂപയ്ക്കും 10000 രൂപയ്ക്കുമൊക്കെയാണ് പ്രതി ഓട്ടോറിക്ഷകൾ വിറ്റിരുന്നത്. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിരുന്നു. പ്രായപൂർത്തിയാകാത്ത ആളായതിനാൽ നിയമപരമായി എല്ലാ നടപടികളും പാലിച്ചാണ് അന്വേഷണം പൂർത്തിയാക്കി വരുന്നത്. മോഷണത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. സ്ക്രാപ്പ് കട കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകളെക്കുറിച്ചും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. പോലീസിന്റെ കൃത്യമായുള്ള ഇടപെടൽ മൂലം വലിയൊരു മോഷണ പരമ്പരയാണ് തടയാനായത്. നടുവട്ടത്തെ പൊളിമാർക്കറ്റിൽ കൂടുതൽ പരിശോധനയും പോലീസ് നടത്തി വരികയാണ്. ഇവിടങ്ങളിൽ പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്.